ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കപ്പയും മീൻകറിയും റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. കപ്പ ഓൾറെഡി ഇവിടെ മേടിച്ചിട്ടുണ്ട്. മീൻ ഇനി രജിത്തേട്ടൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ആദ്യമേ കപ്പ അങ്ങ് റെഡിയാക്കാം. അതിന് കണ്ണും ഇവിടെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കണ്ണു കപ്പ മുറിച്ചോ? എന്നാൽ ബാക്കി അമ്മ ചെയ്യട്ടെ. കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. രഞ്ജിത്തേൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റും ഒക്കെ ആയിരുന്നു. അതിൻ്റെ തിരക്കിലും കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഒന്നും പറ്റിയില്ല. കണ്ണൂരാണ് പനിയും, അതുകൊണ്ട് അവനെ സ്കൂളിൽ 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. എന്തോ കണ്ണു കാണിക്കുന്നു? സോപ്പ് എടുത്തിട്ട് കപ്പ കഴിയുന്നു. അതിന് തിന്നാൻ കൊള്ളാവോ? കപ്പ അങ്ങ് റെഡിയാക്കി വെച്ചാൽ പിന്നെ മീൻ വരുമ്പം അത് ചെയ്താൽ മതിയല്ലോ. മീൻ കിട്ടുമെന്നാണ് പ്രതീക്ഷ. കിട്ടുമായിരിക്കും. കണ്ണു വലിയ ഹെൽപ്പിനൊക്കെ വരും, പക്ഷെ എനിക്ക് ഇരട്ടി പണിയാണേ ഉള്ളൂ. ഭയങ്കര വൃത്തിയാണോ? അതിനാണ് സോപ്പിട്ട് കപ്പ കഴുകുന്നത്. കൊള്ളാം. അങ്ങനെ കപ്പയെല്ലാം പൊളിച്ച് ഇതൊന്ന് കഴുകിയിട്ട് അരിയും. ആദ്യം ആ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വരാം. അപ്പോൾ ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാമല്ലോ. ചിലപ്പം കൊത്തി അരിഞ്ഞിട്ടായിരിക്കും കഴുകുന്നത്. അപ്പം അതിലും നല്ലത് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുമ്പോൾ അത്രയും മണ്ണ് കാണത്തില്ലല്ലോ. അങ്ങനെ 2-3 വട്ടം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കപ്പയെല്ലാം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്തി അരിയാം. കണ്ണു പുറകിൽ നിന്ന് കപ്പ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കപ്പയെല്ലാം കൊത്തി അരിഞ്ഞ് നന്നായിട്ടൊന്നുകൂടെ കഴുകിയെടുക്കാം. കപ്പയൊക്കെ കഴുകി നമുക്ക് വേവിക്കാൻ വെക്കാം. കണ്ണും കൂടെ അടുക്കള കയറി ഹെൽപ്പ് ചെയ്തോണ്ടേ അടുക്കളയിൽ മൊത്തം കപ്പയുടെ മണ്ണാണ്. അപ്പം അതും കൂടെ ഒന്ന് തൂത്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. കപ്പയപ്പം അടുപ്പേ വെച്ചിട്ടുണ്ട്, ഒന്ന് അടച്ചും കൂടെ വെച്ചേക്കാം. അപ്പം ഈ കപ്പയ്ക്ക് ആവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ നേരത്തെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. തേങ്ങ ഇനി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ. കപ്പ ഇവിടെ തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്തിട്ട് വരാം. തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തതെല്ലാം ഒന്ന് തിരിച്ച് വെച്ചിട്ട് വരാം. അങ്ങനെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് വെള്ളം ഊറ്റിയിട്ട് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തല്ലോ, ഇനി കപ്പ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാവരുടെ ആവശ്യാനുസരണം ഇളക്കിയാൽ മതിയേ. ചിലവർക്ക് നന്നായി കുഴഞ്ഞിരിക്കണം, ചിലവർക്ക് അത്രയും കുഴയണം. ഇവിടെ അധികം കുഴയണ്ട കേട്ടോ. അപ്പോൾ കപ്പയുടെ കാര്യത്തിൽ തീരുമാനമായി, അതങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ രഞ്ജിത്തേട്ടൻ വന്ന് കുറച്ച് ബജിയൊക്കെ മേടിച്ചോണ്ടാണ് വന്ന്. കൂടെ മീനും കിട്ടിയേ. ചൂട അയലയാണ് കിട്ടിയത്. അപ്പോൾ ഇനി കപ്പയ്ക്കുള്ള മീൻകറി റെഡിയാക്കണ്ടേ. അയല തന്നെയല്ലേ അതിന് ബെസ്റ്റ്. അപ്പം അയല തന്നെ എടുക്കാം. ഇനി അടുത്ത ചിന്ത, അയല തേങ്ങ അരച്ച് കറി വെക്കണോ അതോ മുളക് അരച്ച് കറി വെക്കണോ? അതിനുത്തരം രഞ്ജിത്തേട്ടനോട് തന്നെ ചോദിക്കാം. ചോദിച്ചപ്പം പറഞ്ഞു എന്നാൽ തേങ്ങ അരച്ച് തന്നെ കറി വെക്കാം. അങ്ങനെ അയല തന്നെ വേഗം വെട്ടി കറി വെക്കാം. അങ്ങനെ അയലയെല്ലാം വെട്ടി ഉപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. അപ്പോൾ മീൻ വെട്ടി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അതിനുള്ള തേങ്ങ അരച്ച് എടുക്കാം. അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ മീനിനുള്ള തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നീട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കപ്പയുടെ കൂടെ കഴിക്കാനുള്ളതല്ലേ. അതിൻ്റെ കൂടെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിയും ഉപ്പും കറിവേപ്പിലയും എല്ലാം ചേർത്ത് അടുപ്പയിലോട്ട് വെക്കാം.
മീൻകറി അടുപ്പയിലിരുന്ന് വേകട്ടെ. അപ്പോൾ കുറച്ച് പാത്രമുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ട് ചൂടയുണ്ടല്ലോ അതും കൂടെ വെട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. അണ്ണൂന് മരുന്നൊക്കെ കുടിച്ചിട്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. അവനിടയ്ക്ക് വന്ന് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മീൻ വെട്ടിയിട്ട് അമ്മ ഇപ്പം വരാമെന്ന്. ഇതാണെങ്കിൽ വെട്ടിയിട്ടും തീരുന്നുമില്ല. കണ്ണു കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇപ്പം ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് മീൻ വെട്ടിയേ അത് ഇനി മസാല പുരട്ടി മാറ്റി വെക്കാം. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് പുരട്ടി അങ്ങോട്ട് വെച്ചു. അതവിടെ മാറിയിരിക്കട്ടെ. ബാക്കി മീനും കൂടെ വെട്ടി ഫ്രിഡ്ജിലോട്ട് അങ്ങ് എടുത്ത് വെക്കാം. ഇടയ്ക്ക് മീൻകറി നോക്കുന്നുണ്ട്. മീൻവെട്ട് അവിടെ തുടരുന്ന ഇടയ്ക്ക് മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി മീനെല്ലാം വെട്ടിക്കഴിഞ്ഞ് അത് ഉപ്പിട്ട് തേച്ച് കഴുകി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. മീൻകറി റെഡിയായി. ഇനി മീൻ ഫ്രൈയും കൂടെ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് കണ്ടാലോ? ഇതൊക്കെയാണ് ഇന്ന് രാത്രിക്കത്തെ ഫുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.